അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ ദിവസവും ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മനുഷ്യർക്ക് അല്ലാഹു മാർഗദർശനമായി നൽകിയ ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. ഇതിൻ്റെ ഏറ്റവും വലിയ പവിത്രത എന്നത് ഇത് അള്ളാഹുവിൻ്റെ കിതാബാണ് എന്നതുകൊണ്ടാണ്. നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിൻ്റെ മഹത്വം ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലയോ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഈ ഒരു ഖുർആൻ അല്ലാഹു അല്ലാത്തവരുടെ അടുക്കലിൽ നിന്നാണെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. അള്ളാഹു ഇറക്കിയ മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മാറ്റത്തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കിയതായ തൗറാത്തിനെ യഹൂദികൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസാ നബിക്ക് ഇറക്കിയ ഇൻജീലിനെ ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർക്കലുകൾക്ക് വിധേയമാക്കി ബൈബിളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതേവരെ ഒരു മാറ്റത്തിരുത്തലുകളും ഖുർആനിലുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കാരണം ഖുർആനിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാമാണ് ഈ ഖുർആൻ ഇറക്കിയത്, നാം തന്നെ ഇതിനെ സൂക്ഷിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. ഏതൊരു ഗ്രന്ഥത്തിൻ്റെയും രചയിതാവ് ആ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുമ്പോൾ തുടക്കത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പറയണമെന്നും അടുത്ത ലക്കത്തിൽ തിരുത്താമെന്നും പറയാറുണ്ട്. എന്നാൽ അള്ളാഹു തുടക്കത്തിൽ തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്തിയത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ഈ കിതാബിൽ ഒരു സംശയവുമില്ല എന്നാണ്. ഇത്രയും മഹത്വമുള്ളതും പവിത്രത ഉള്ളതുമായ ഈ ഖുർആനിനെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആകാശങ്ങളും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. എന്നാൽ ഒരു മടിയുമില്ലാതെ മനുഷ്യ സമൂഹം അത് ഏറ്റെടുത്തു. ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അറദ്നൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹാ വഅസ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂല. ഇന്നാ അറദ്നൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ, തീർച്ചയായും ഈ ഖുർആനിനെ ഈ ആകാശത്തിൻ്റെ മേലിലും ഭൂമിയുടെ മേലിലും പർവ്വതത്തിൻ്റെ മേലിലുമൊക്കെ ഞാൻ ഇറക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഫഅബൈന അൻ യഹ്മിലഹാ, അവർ അതിൻ്റെ ഭാരത്തെ വഹിക്കുന്നതിനെ അവർ പേടിച്ചുകൊണ്ട് അവ അഷ്ഫഖന മിൻഹാ, അതിൽ നിന്ന് അവർ പേടിച്ചുകൊണ്ട് അവർ പിന്മാറി. വഹമലഹൽ ഇൻസാൻ, പക്ഷെ മനുഷ്യരോട് ചോദിക്കുമ്പോഴേക്കും മനുഷ്യർ അത് ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, തീർച്ചയായും അവൻ കടുത്ത അക്രമിയും അവിവേകിയുമായിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ഓരോ ആയത്തുകൾക്കും ഭാരമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നാ സനുൽഖി അലൈക സഖീല, തീർച്ചയായും നാം നിങ്ങളുടെ മേൽ ഇറക്കിയ ഈ ഗ്രന്ഥം അത് ഭാരമുള്ള വാക്കുകളാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. ഇതെങ്ങാനും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഇറക്കിയിരുന്നെങ്കിൽ അത് പൊട്ടിപ്പിളരുമായിരുന്നു എന്ന് ഖുർആൻ വിവരിക്കുന്നുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, ഒരു പർവ്വതത്തിൻ്റെ മേലാണ് ഈ ഖുർആൻ നാം ഇറക്കിയതെങ്കിൽ ലറഅയ്തഹു, നിങ്ങളതിനെ കാണുമായിരുന്നു, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ, അത് പേടിച്ചുകൊണ്ട് അത് തകരുന്നതായിട്ട് നിങ്ങൾ കാണുമായിരുന്നു. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ, ഈ ഉദാഹരണങ്ങളൊക്കെ നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുന്നുണ്ട്, അവർ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്ന്
അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. എന്നാൽ മനുഷ്യ സമൂഹം ഇതിനെ വില കുറച്ച് കാണുകയാണ് ഉണ്ടായത്. ശത്രുക്കൾ പറയാൻ തുടങ്ങി, ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. ഫഖാല അവർ പറയാൻ തുടങ്ങി, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ, ഇത് സിഹറല്ലാതെയല്ല, മാരണമല്ലാതെയല്ല, ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യൻ്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ആ ശത്രുക്കൾ പറയാൻ തുടങ്ങി. അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു, മുഹമ്മദ് സ്വന്തമായി എഴുതിയുണ്ടാക്കിയതാണ് എന്ന് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനെ ശക്തമായി അള്ളാഹു എതിർത്തുകൊണ്ട് പറഞ്ഞു, വമാ കുന്ത തുത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ ലർതാബൽ മുബ്തിലൂൻ. വമാ കുന്ത, നീയല്ല, തുത്ലൂ മിൻ ഖബ്ലിഹി, ഇതിന് മുമ്പ് ഓതിയതല്ല, മിൻ കിതാബിൻ, ഒരു കിതാബും വായിച്ചിട്ടില്ല, വലാ തഖുത്തുഹു ബിയമീനിക്, നിങ്ങളുടെ കൈകൊണ്ട് ഒന്നുമേ എഴുതിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇദൽ ലർതാബൽ മുബ്തിലൂൻ, സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. അഥവാ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകർ എങ്ങനെയാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുക എന്ന് പറയുക? അല്ലെങ്കിൽ സാധാ ഒരു മനുഷ്യൻ എഴുതിയതാണ്, മുഹമ്മദ് എഴുതിയതാണ് എന്ന് പറയാൻ പറ്റുക? അതൊരിക്കലും പറയാൻ പറ്റുകയില്ല. ഈ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും ഖുർആൻ കാണാതെയാണ് ഓതാറുള്ളത്. നമുക്ക് കാണാതെ ഓതാൻ അറിയുമെങ്കിലും നോക്കി ഓതലാണ് കൂടുതൽ നമുക്ക് കൂലി ലഭിക്കുക. എന്നാൽ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്, ഇനി പറയാൻ പോകുന്ന രീതിയിൽ നാം ഖുർആനിനെ ഓതിയാൽ 100 ഇരട്ടി പ്രതിഫലം, അഥവാ ഖുർആൻ 100 പ്രാവശ്യം ഓതുന്നതിൻ്റെ അത്രയും പ്രതിഫലം അവനിക്ക് ഒറ്റത്തവണ ഓതിയാൽ തന്നെ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ, വഹുവ, അവനാകുന്നത്, ഖായിമുൻ ഫിസ്സലാം, നിസ്കാരത്തിൽ നിന്നുകൊണ്ട്, സുന്നത്ത് നിസ്കാരത്തിൽ നിന്നുകൊണ്ടവൻ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ, ഖാന ലഹു ബികുല്ലി ഹർഫിൻ 100 ഹസന, അവനിക്ക് ഓരോ ഹർഫിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 100 ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. ഇനി അവൻ ഖറഅഹു വഹുവ ജാലിസുൻ ഫിസ്സലാത്ത്, ഇനി അവൻ നിസ്കാരത്തിൽ ഇരുന്നു കൊണ്ടാണ് അവൻ ഖുർആൻ ഓതുന്നത്, അവനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, കൂടുതൽ ഓതണമെന്ന് അവനിക്ക് പൂതിയുണ്ട്, അങ്ങനെ അവൻ ഇരുന്നു കൊണ്ട് ഓതിക്കഴിഞ്ഞാൽ, ഫലഹു ബികുല്ലി ഹർഫിന 50 ഹസന, അവനിക്ക് ഓരോ ഹർഫിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 50 ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. ഇനി വമൻ ഖറഅഹു ഫി ഗൈരി സ്വലാ, ഇനി നിസ്കാരമല്ലാത്ത സമയത്താണ് അവൻ ഓതുന്നത്, ഏതോടുകൂടെ, വഹുവ അലാ വുളൂഇൻ, അവൻ വുളൂ എടുത്തിട്ടാണ് ഓതുന്നതെങ്കിൽ, ഫലഹു 25 ഹസന, 25 ഇരട്ടി പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നതാണ്. ഇനി വമൻ ഖറഅഹു അലാ ഗൈരി വുളൂഇൻ ഫലഹു 10 ഹസന, ഇനി അവൻ ഓതുന്നത് വുളൂ ഇല്ലാതെയാണ് ഓതുന്നതെങ്കിൽ അവനിക്ക് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. വമാ കാന മിനൽ ലൈലി ഫഹുവ അഫ്ളൽ, ഈ ഒരു ഓത്ത് അത് രാത്രിയിലാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ലിഅന്നഹു അഫ്റഉൽ ലിൽ ഖൽബ്, ഖുർആൻ കൂടുതൽ ഓതാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ വാഖിഅ ഓതുന്നവരാണ്, അതേപോലെ മുൽക്ക് ഓതുന്നവരാണ്. ആ ഒരു ഓത്ത് നമ്മൾ നിസ്കരിച്ചിട്ട് ഓതിക്കഴിഞ്ഞാൽ, അഥവാ സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നുകിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അതിന് 100 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.